ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ RP ഗെയിമിംഗ് സാൻ. സോ ഗൈസ്, ഞാൻ പിന്നെ നമ്മുടെ കിടക്കം പോലത്തെ ഒരു മിത്ത് ബസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. സോ ഗൈസ്, നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് മിത്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. സോ നമുക്ക് വേഗം തന്നെ നമ്മുടെ മിത്സിലോട്ടും കാര്യങ്ങളൊക്കെ പോവാട്ടെ. ഫസ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി കൊണ്ട് നല്ല സ്പീഡിൽ വലിയ കേട്ടോ എടുത്തേ ഇടിക്കുമ്പോൾ നമ്മുടെ പാർട്സ് ആരാണ് ഈ വണ്ടിയല്ലേ നമ്മൾ ഫോർച്യൂണറിന് അങ്ങനെ ഇളകിയൊന്നും പോകുന്നില്ല. നമുക്ക് നമ്മുടെ എൻഡെവറിൻ്റെ എടുക്കാം. അത് നല്ല ഇതിലും കാര്യങ്ങളൊക്കെ ഇളകി പോകുന്നുണ്ട്. ഞാൻ ഒന്ന് ഓടിച്ചു കളിക്കുമ്പോൾ വെറുതെ ഇളകിയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വല്ല കാർമയും കാര്യങ്ങളൊക്കെ സ്പീഡിൽ നിന്ന് ഇടിക്കാം. വേഗം പോട്ടെ ഇവിടുന്ന് സ്പീഡിൽ എന്നിട്ട് ഇത് ലംബോർഗിനിമ കണ്ട ആവശ്യമുള്ള സമയത്തൊന്നും ഇതിൻ്റെ പാർട്സൊന്നും ഇളകിപ്പോയില്ലേ. ഏതെങ്കിലും ഒരു പാർട്സ് ഇളകിപ്പോടേ. വേറെ ഒന്നുമില്ല മിത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി നല്ല സ്പീഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടിക്കും. അപ്പോൾ ഇതിൻ്റെ പാർട്സ് സാധാരണ ഇളകിപ്പോകേണ്ടതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, പാർട്സ് ഇളകിപ്പോകില്ല. അപ്പോൾ ഈ പാർട്സ് എന്ന് പറഞ്ഞാൽ ഇളകിപ്പോവില്ലേ. ഈ പാർട്സ് ഇളകിപ്പോകുമ്പോൾ അതിൻ്റെ ഇതില്ലേ, നമ്മുടെ ആ പാർട്സ് അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇളകിപ്പോകുമ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇളകിപ്പോയ പാർട്സുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കളർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇളകിപ്പോയ പാർട്സുമേയും നമ്മൾ മാറ്റിയ കളറും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറഞ്ഞേക്കണേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കും അറിയാം. ഞാനിപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഒരു വണ്ടിയും പൊളിയില്ല. സ്റ്റോറി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുള്ള സമയത്ത് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അപ്പോൾ പൊളിഞ്ഞ് തരിപ്പടാവും വണ്ടികളൊക്കെ. എന്താ പോയി ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഇതിൻ്റെ ഡോറ് പോയി, ബമ്പർ പോയി, എല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾ കാണാമല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഓറഞ്ച് ആക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വയലറ്റ് മിക്സ്. ഓക്കെ, RGB ആക്കുമ്പോൾ RGB അടക്കമാവുന്നുണ്ട് കേട്ടോ. എന്ത് ലോജിക്ക്. ഓക്കെ, സോ അപ്പോൾ ഈ മിത്ത് കൺഫേംഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് മിത്തിലേക്കും കാര്യങ്ങളൊക്കെ പോവാം. നമുക്ക് മിത്ത് ഒന്നുമല്ല. അതായത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ ഈ മിസൈലിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് എന്നാണ് പറയണത്. നമ്മുടെ GTA ഗെയിംസിൽ പോലും ഇല്ലാത്ത ഒരു ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ചർ വിടുമ്പോൾ നമ്മുടെ ഈ റോക്കറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ RPG മുന്നിലിരിക്കുന്ന സാധനം ഇങ്ങനെ പോകുമ്പോൾ ആക്ച്വലി അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് അത് തന്നെ വരും. പക്ഷേ നമ്മുടെ GTA ഗെയിംസിൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ വരുന്നത്. നോക്കാട്ടെ. ഓക്കെ, ഇവിടെ ഞെക്കുമ്പോൾ കണ്ട ഗൈസ്, ആ റോക്കറ്റ് ഇങ്ങനെയൊക്കെ പോയിട്ട് വേറെ റോക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മറ്റേ സാൻ ആൻഡ്രീസിലും അതിലൊക്കെ ഞാൻ കളിച്ച് നോക്കുമ്പോൾ ഈ റോക്കറ്റ് ഇങ്ങനെ ഇൻവിസിബിൾ ആവണില്ല കേട്ടോ. ഇങ്ങനെ ഫയറിങ് ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ അത് വീണ്ടും റീഫില്ലായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. സോ ഈ മിത്ത് കൺഫേംഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് മിത്തൊന്നും കാര്യങ്ങളൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇവിടെ 700 അടിച്ചിട്ട് നമ്മുടെ ലംബോർഗിനി സ്പോൺ ചെയ്തു. പിന്നെ 4000 അടിച്ചിട്ട് നമ്മുടെ പോർഷെ സ്പോൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 8811 അടിച്ചിട്ട് നമ്മുടെ ഫെരാരി കഴിഞ്ഞൊക്കെ പോകുന്നു. ഫെരാരിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ 3 കാറിൻ്റെയും ഇൻറ്റീരിയർ ഒരേതായിരിക്കും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. മൂന്ന് കമ്പനിയുടെയാണ്. സോ ഞാൻ ലംബോർഗിനിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ലംബോർഗിനിയുടെ ഉള്ളിൽ കയറിയപ്പോൾ ഇതുപോലെയും കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻറ്റീരിയർ. അപ്പോൾ നമുക്ക് പുറത്തേക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി നമുക്ക് നമ്മുടെ പോർഷയിലും കാര്യങ്ങളൊക്കെ കയറാട്ടെ. ഓക്കെ, പോർഷയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പോർഷയിൽ കയറിയപ്പോഴും കണ്ട ഗൈസ് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഇരിക്കണം അതിൻ്റെ. പിന്നെ നമ്മുടെ ഇതിൽ കയറുമ്പോൾ അവിടെ ഫെരാരിയിലും കാര്യങ്ങളൊക്കെ കയറുകയാണ്. ഫെരാരിയുടെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെയുണ്ട്. അത് പക്ഷേ അതിൻ്റെ അത്രല്ല, സ്റ്റിയറിംഗ് വീൽ അതേപോലെ തന്നെയുണ്ട് കേട്ടോ. സോ ഗൈസ്, ഇനിമിക്ക് കൺഫേംഡ് ആണ്. പക്ഷേ ഫെരാരിയുടെ നമ്മൾ കൂടണ്ട. ഈ 2 വണ്ടിയുടെ അതേപോലെ തന്നെ കോപ്പി അടിച്ച് വെച്ചേക്കുന്നുണ്ട് 2 എണ്ണം. ആ സീറ്റും കോപ്പി അടിച്ച് വെച്ചേക്കാൻ നോക്കട്ടെ. അല്ല, ഇപ്പോൾ ചില്ലും പൊട്ടണല്ലേ. പിസ്റ്റൾ വെച്ച് പിടിക്കാം പോട്ടും. സീറ്റ് അടക്കമാർ കോപ്പി അടിച്ചേക്കാൻ തോന്നുന്നു. സോ ഗൈസ്, ഈ മിത്ത് കൺഫേം ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിത്ത്. അപ്പോൾ നമ്മുടെ അടുത്ത മിത്തൊന്നും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഈ സ്പൈഡർ ഇല്ലേ, 5599 അടിക്കുന്ന സ്പൈഡർ. ആ സ്പൈഡർ ഞങ്ങൾക്ക് പറക്കും എന്നാണ് പറയണത്. പറക്കേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലൊക്കെ. നമുക്ക്
5599 അടിച്ചിട്ടുണ്ട്. അയ്യോ, ഇൻഫിനിറ്റി അടിക്കാൻ വേണ്ടി മറന്നു. ഞാൻ സാധാരണ ഇൻഫിനിറ്റി ഹെൽത്ത് അടിക്കാറുള്ള 9129. ഓക്കെ, പിന്നെ നമ്മുടെ 5599 കാര്യങ്ങൾ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 സ്പൈഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 സ്പൈഡറും കാര്യങ്ങളൊക്കെ പറക്കും എന്നാണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി നീങ്ങിക്കാട്ടെ. വേഗം പോട്ടെ. ഓക്കെ, ഞങ്ങൾ ബാക്കിൽ നിന്ന് വിടണില്ല കേട്ടോ. നമ്മളെ റൈനോ സ്പൈഡേഴ്സ് ഉണ്ട്. റൈനോസായിട്ട് കൊളാബറേറ്റ് ചെയ്തേക്കണം സ്പൈഡേഴ്സ്. ഇതിവിടെ കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സ്പൈഡർ മച്ചമ്മയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ ഇതേവരെ കണ്ട ഗൈസ് മുമ്പോ കൊള്ളാട്ട പരിപാടി. പറക്കുണ്ടോ? ഞാൻ ചാടി വരികയാണ് ആക്ച്വലി. ചാവാത്ത ഓക്കെ. എന്തിങ്ങനെ പോണേ? RPG എന്താണെന്നറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ വെടിവെച്ച് വരാം കേട്ടോ. സോ ഈ മിത്ത് കൺഫേംഡ് ആണ് കേട്ടോ. എൻ്റെ അനിയനാണ് ഈ മിത്ത് പറഞ്ഞു തന്നത് ഇങ്ങനെ ഇതാവുന്നും കാര്യങ്ങളൊക്കെ. ചാവണില്ല കേട്ടോ കേസ് ഒന്നും. ചത്തുണ്ടോ? ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിത്തിലോട്ട് കേസും ചാവണ്ടി വന്നു കേട്ടോ. അവിടെ ചാവല് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി കാരണം ഞങ്ങൾ ഇതാണ്. സോ കേസ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യാമറയും ഉണ്ടല്ലോ ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഇതൊന്നും കാണില്ല എന്നാണ് കേട്ടോ പറയണത്. ഞാൻ നോക്കട്ടെ എന്തുണ്ടായി. ഓക്കെ, ദേ വീണ്ടും പോയി. ഇതെന്തൊരു കഷ്ടത്. ഓക്കെ, ഞെക്കി പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. മറ്റേ ഇത് ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പഞ്ച് ചെയ്യണ ബട്ടൺ, ആ ബട്ടനും കാര്യങ്ങളൊക്കെ കാണാണ്ടായിട്ടുണ്ടില്ല. നേരത്തെ ഇൻവിസിബിൾ ആയിട്ടുണ്ട്. അതെന്തോ ഗ്ലിച്ച് അടിച്ചാണെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ പോയി. അത് ആക്ച്വലി എൻ്റെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. ഇങ്ങോട്ട് ഇടയ്ക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്നത്. സോ ഗൈസ്, ഈ മിത്ത് ബസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിത്തെന്നും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഈ 320 എന്ന് പറയുന്ന ഈ ജെറ്റ് ആക്ച്വലി നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ലാണ്ടെന്ന് പറയണേ. ഞാൻ ആക്ച്വലി ഓക്കെ ഇതേ പൊട്ടണു. ഓ, എന്നിട്ട് ബൗൺസിങ് ബോളാണ്. ഇതിങ്ങനെ പോയോണ്ടിരിക്കാനുണ്ട്. എന്നൊന്നും പോകും. അയ്യോ, ഇത് പൊട്ടണില്ല ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിത്ത് ബസ്റ്റഡ് ആണ്, കൺഫേംഡ് ആണ്. വയൽ ബസ്റ്റഡ് എന്ന് പറഞ്ഞത് ഗൈസ്, ഈ മിത്ത് കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്ക് മറ്റേ ജെറ്റും കൂടിയും കാര്യങ്ങളൊക്കെ അത് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ലടാ. ഞാൻ നോക്കിയിട്ടുള്ളതാ ഈ ഇതും കാര്യങ്ങളൊക്കെ കണ്ട. ഇത് പൊട്ടിക്കാൻ പറ്റാത്തതാണല്ലോ. ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ മിത്ത് കൺഫേംഡ് ആണ്. അപ്പോൾ നെക്സ്റ്റ് മിത്തിലൂടെ ഓട്ടോറിക്ഷ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ ഓട്ടോറിക്ഷയിൽ ഈ വണ്ടി നമ്മൾ എത്ര സ്പീഡിൽ കൊണ്ടുപോയി വളവ് തിരിഞ്ഞാൽ ഈ വണ്ടി നമ്മളിങ്ങനെ മറയും. പക്ഷെ ഇത് നമ്മൾ ഫ്ലിപ്പാവില്ല എന്നാണ് പറയുന്നത്. അതായത് മറിഞ്ഞ് തിരിയില്ല എന്നാണ് പറയുന്നത്. സോ നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ പോവാട്ടോ. അത് ഞാൻ ഇതുവരെ നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ യൂസ് ചെയ്യാറില്ല ബിക്കോസ് ഇങ്ങനെ ഇതാവണുണ്ട്. ഓക്കെ കണ്ട എന്താ പറയുക, അവിടെ മറ്റേ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇത് മറിയില്ല. സോ ഗൈസ്, ഈ മിത്ത് കൺഫേംഡും കാര്യങ്ങളൊക്കെയാണ്. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇത് കണ്ട നമ്മുടെ വേറെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോവും. സോ ഈ മിത്തും കാര്യങ്ങളൊക്കെ കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മിത്തിലോട്ട് കാര്യങ്ങളൊക്കെ പോവാം. നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതില്ല, അതായത് ഈ ഗെയിമിൽ നമ്മുടെ ഡിജിറ്റൽ മീറ്റേഴ്സ് ഇല്ലേ, ഈ സ്പീഡോമീറ്ററിൻ്റെ ഡിജിറ്റൽ അതൊന്നും വർക്കില്ല എന്നാണ് പറയുന്നേക്കണേ. നമുക്ക് നോക്കാം. ഇതല്ലല്ലോ R15ൻ്റെ. ഓക്കെ, നമുക്ക് R15 തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഇതിനെ 155 തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അപ്പോൾ ഗൈസ്, ഈ ഇത് കൺഫേംഡ് ആണ് കേട്ടോ. വേറെ ഇപ്പോൾ ഡിജിറ്റൽ മീറ്ററുള്ള നമ്മുടെ ഡുക്കാട്ടിക്കാണ്. എടുത്ത് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതും കണ്ടോ, ഇതിനും ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതും കൺഫേംഡും കാര്യങ്ങളൊക്കെയാണ് ടീമിത്ത്.
സോ നമുക്ക് നെക്സ്റ്റ് മിത്തിലോട്ടും കാര്യങ്ങളൊക്കെ പോവാം. അപ്പോൾ നെക്സ്റ്റ് മിത്തും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾസ് റോയ്സ് ഇല്ലേ, ഈ റോൾസ് റോയ്സിൻ്റെ ഈ എന്താ ഇപ്പോൾ പറയുക, അതിൻ്റെ ഈ സ്പീഡോമീറ്ററും RPM മീറ്ററും ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാട്ടോ. അതേ ഗൈസ് നോക്കി, നമ്മുടെ ഇത് 200 സ്റ്റാർട്ട് ചെയ്തിട്ട് 0ലേക്ക് കണ്ടതാണ്. നമുക്ക് 0ലേക്ക് എത്തിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ RPM മീറ്ററും അതേപോലെ തന്നെ നമ്മുടെ RPM മീറ്ററും അതേപോലെ തന്നെ ഓപ്പോസിറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ഗൈസ് ഈ ഇത് കൺഫേംഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് എത്തിക്കാൻ പറ്റില്ലയോ, നമ്മുടെ ബോണറ്റും കാര്യങ്ങളൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് കൺഫേംഡ് ആണ് കേട്ടോ. നമുക്ക് വേഗം ബോട്ടിൽ എന്നിട്ട് ഒടിഞ്ഞു തുടങ്ങിയാകെ ചത്ത് മിത്തും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോൾസ് റോയ്സ് ഇല്ലേ, ഈ റോൾസ് റോയ്സിൻ്റെ ഈ എന്താ ഇപ്പോൾ പറയുക, അതിൻ്റെ ഈ സ്പീഡോമീറ്ററും RPM മീറ്ററും ഒക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാട്ടോ. അതേ ഗൈസ് നോക്കി, നമ്മുടെ ഇത് 200 സ്റ്റാർട്ട് ചെയ്തിട്ട് 0ലേക്ക് കണ്ടതാണ്. നമുക്ക് 0ലേക്ക് എത്തിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ RPM മീറ്ററും അതേപോലെ തന്നെ നമ്മുടെ RPM മീറ്ററും അതേപോലെ തന്നെ ഓപ്പോസിറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ ഗൈസ് ഈ ഇത് കൺഫേംഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് എത്തിക്കാൻ പറ്റില്ലയോ, നമ്മുടെ ബോണറ്റും കാര്യങ്ങളൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഇത് കൺഫേംഡ് ആണ് കേട്ടോ. നമുക്ക് വേഗം ബോട്ടിൽ എന്നിട്ട് ഒടിഞ്ഞു തുടങ്ങിയാകെ നമ്മുടെ ജയിലിൻ്റെ അതും കാര്യങ്ങളൊക്കെ കയറാൻ നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യം ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ അവിടെ ഒരു ഹമ്മറും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. എന്തേ ഇവിടെയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാര്യങ്ങൾ നൈസായിട്ട് ഇറങ്ങിയിട്ടായിരിക്കും നിങ്ങൾ ഇതിലും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി പോകണം. സ്ലോ മോഷൻ ആടല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കയറുന്ന നമ്മുടെ ഇവിടെ ഇങ്ങനെ കയറുന്ന നമുക്ക് ബൈക്കും കൊണ്ടും കാര്യങ്ങളൊക്കെ പറ്റുമെന്നാണ് കേട്ടോ പറയണത്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ബെനലിയാണ് കേട്ടോ അവിടെ സ്പോൺ ചെയ്തേക്കണത്. അപ്പോൾ അത് ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഇരിക്കണ്ടായി, അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. അതുകൊണ്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ ആദ്യം, പിന്നെ വേണ്ടെന്ന് കരുതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലേ, ആ ബൈക്കും കാര്യങ്ങളൊക്കെ ചുമരുമ്പോൾ കൂടെ ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. ഓക്കെ, ഇവിടെയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ കയറാനും കാര്യങ്ങളൊക്കെ പറ്റുമെന്നാണ് കേട്ടോ പറയണേ. ഞാനതൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ. അയ്യോ, അപ്പുറത്തു നിന്ന് എന്നോട് നമുക്ക് കയറണ്ടേ, കാരണം ഈ ബൈക്കിൻ്റെ അപ്പുറത്തു നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് കയറണം. ഇതേ ഇനി അപ്പുറത്തേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കാര്യങ്ങളൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ ബാക്ക് ചെന്നിട്ട് ബാക്ക് അടിക്കുക പോട്ടെ. ഇനി നമുക്ക് ഇറങ്ങിയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ, റെഡി ആവുമോ ഇല്ലയോ എന്ന്. ഓക്കെ, നമ്മുടെ ബൈക്ക് കൊണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ദിസ് മിത്ത് ഈസ് കൺഫേം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിത്തും കാര്യങ്ങളൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൈക്ക് ആവശ്യമുണ്ട്, റാമ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ RG2 എന്നിട്ട് R1 എന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് റാമ്പും കാര്യങ്ങളൊക്കെ റെഡി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ വന്നിട്ട് മൂൺ ഗ്രാവിറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമ്മുടെ ഒരു ഇൻഫിനിറ്റി ഹെൽത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിക്കാൻ മറക്കരുത് പ്ലീസ്. നിങ്ങൾ അടിക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പെടും ഗൈസ് നിങ്ങൾ മിത്ത് ചെയ്യണവരാണെങ്കിൽ. സോ നമുക്ക് നമ്മുടെ മൂൺ ഗ്രാവിറ്റി ഇങ്ങനെ കിട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ എത്ര ടഫാണ് കേട്ടോ, നീങ്ങാനും ടഫാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര സ്ലോ മോഷൻ ഇട്ട പോലെയാണ് കേട്ടോ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ പോകണം. ഇതേ ഓക്കെ, വേറെ ഒന്നുമല്ല, അതായത് ഈ റാമ്പുമ്മ കൂടെയും കാര്യങ്ങളൊക്കെ ചാടിച്ചിട്ട് ആ ബിൽഡിങ്ങുമ്മക്കൂടെ നമുക്ക് നമ്മുടെ ഗോസ്റ്റ് റൈഡർ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഇങ്ങനെ കയറ്റുന്നതും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വണ്ടി കാര്യങ്ങളൊക്കെ ബിൽഡിങ്ങുമ്മ കൂടെ കയറ്റുന്നത്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്താ ബ്രേക്ക് കുടിച്ചിട്ട് മാറാത്ത, ഇതൊരു ചടങ്ങാണ് കേട്ടോ ഇനി. കാരണം ഈ റാമ്പുമ്മ എത്തിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്കിപ്പോൾ വേഗം കാര്യങ്ങളൊക്കെ തന്നെ പോവാം. ഇപ്പം തന്നെ ഇത് വീലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. എത്തിയാൽ മതി. എത്തി. ഓക്കെ ഗൈസ്, അയ്യോ ബിൽഡിങ് കൂടെ കയറാനില്ലേ, കയറട്ടെ. കയറട്ടെ, പോട്ടെ. ഏയ് ഇൻവിസിബിളാ, പോട്ടെ. ഇത് എന്ത് ഇങ്ങനെ പോണേ, അയ്യോ
ഇതൊന്നും ഇങ്ങനെ കയറണ അവിടെ ഇൻവിസിബിൾ വല്ല ബിൽഡിംഗ് ഉണ്ടോ? ഓക്കെ, ഇത് ഈ മിത്ത് കൺഫേംഡ് ആണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ഇതായപ്പോൾ ഈ മിത്തും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തെന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഇതിപ്പോൾ ഈ മിത്ത് കൺഫേംഡ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെയും കാര്യങ്ങളൊക്കെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ 195 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ നിങ്ങൾ വിചാരിച്ച 200 അടിക്കാൻ സിമ്പിളാണ്. വെറും 5 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടി മതി. സോ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ചെയ്താൽ മതി. റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ്. വെറും 5 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ മതി. സോ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാട്ടെ ഇനി ഏത് വീഡിയോ വേണ്ടതെന്ന്. നിങ്ങളുടെ ഐഡിയയിൽ വല്ല കണ്ടൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നേക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ നല്ല കിടക്കാൻ പോലത്തെ വീഡിയോസ് ആയിട്ടും കണ്ടുകൊണ്ടുവന്നതായിരിക്കും. ബൈ ഗൈസ്.